كذلك يبين الله آياته للناس لعلهم يتقون. അല്ലാഹു സുബ്ഹാനഹു വ തആല പണവറ്റ ഔദാര്യം കൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു റമദാൻ മാസം കൂടി നൽകുകയുണ്ടായി. തീർച്ചയായും നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സമയം തന്നെയാണിത്. റമദാൻ മാസം എത്രയോ ഐശ്വര്യപൂർണമായിരുന്നു. റമദാനിലെ നോമ്പ് എത്രയോ മനോഹരമായിരുന്നു. ധാരാളം ഖുർആൻ ഓതാൻ സാധിച്ചു, ദിക്ർ ദുആകൾ ചെയ്യാൻ കഴിഞ്ഞു. റമദാൻ മാസമല്ലാത്തപ്പോൾ 20 റക്അത്ത് നമസ്കരിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ വളരെ സന്തോഷത്തോടെ നാം എല്ലാവരും തറാവീഹ് നമസ്കരിച്ചു. ഇപ്പോൾ ഇതാ മാസം നമ്മിൽ നിന്നും വളരെ സ്നേഹത്തോടെ യാത്രയാവുകയാണ്. അടുത്ത വർഷം ഈ അതിഥി വരുമ്പോൾ നമ്മൾ ഭൂമിയുടെ മുകളിലായിരിക്കുമോ താഴെയായിരിക്കുമോ എന്ന് നമുക്കാർക്കും യാതൊരു ഉറപ്പുമില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ റമദാൻ മാസത്തോട് വിട പറയുമ്പോൾ, അല്ലെങ്കിൽ റമദാൻ മാസം നമ്മിൽ നിന്നും വിട പറയുമ്പോൾ നാം ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കണം. അതായത്, കഠിനമായ രോഗം ബാധിച്ച് നമ്മൾ കിടക്കുമ്പോൾ നമ്മളുടെ അരികിലേക്ക് സമർത്ഥനായ ഒരു വൈദ്യൻ വന്ന് നമ്മളുടെ രോഗകാര്യങ്ങളെല്ലാം നോക്കി ശുശ്രൂഷിക്കുകയും അതിനുശേഷം അദ്ദേഹം മടങ്ങാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകും. ആ ഉപദേശങ്ങൾ പാലിക്കുന്ന പക്ഷം നമ്മുടെ രോഗം ശമനമാകാനും ആരോഗ്യത്തോടെ നാം നിലയുറപ്പിക്കാനും സാധ്യതയുണ്ട്. ഇതുപോലെ ജീവിതത്തിന്റെ തള്ളിപ്പായലുകൾക്കിടയിൽ കടന്നുവന്ന ഈ അനുഗ്രഹീത അതിഥി നമ്മിൽ നിന്നും വിട പറയുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പരിപ്രേക്ഷ്യത്തിൽ തന്നെ എന്നോടും നിങ്ങളോടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. റമദാൻ മാസം നൽകുന്ന ഒന്നാമത്തെ ഉപദേശം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും നോമ്പ് പിടിച്ചു, വളരെ നല്ല കാര്യം. പക്ഷെ നോമ്പ് റമദാനിൽ മാത്രമല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിങ്ങളിൽ ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരിമാർക്ക് ഏതാനും ദിവസം പ്രകൃതിപരമായ കാരണങ്ങളുടെ പേരിൽ നോമ്പ് നഷ്ടപ്പെടാറുണ്ട്. അടുത്ത റമദാനിന് മുമ്പ് തന്നെ നിങ്ങൾ പിടിച്ചു വീടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഏറ്റവും നല്ലത് വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരസ്പരം ആലോചിച്ച് ഒന്നെങ്കിൽ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാൻ പരിശ്രമിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വ്യാഴാഴ്ച മാത്രമെങ്കിലും നോമ്പ് പിടിക്കാൻ പരിശ്രമിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പരിശ്രമിക്കുക. അതുപോലെ സുന്നത്തായ നോമ്പുകളും ഖദാ ഉണ്ടെങ്കിൽ ഖദാ വീട്ടാനുള്ള നീയത്തിൽ നമ്മളെല്ലാവരും പിടിക്കേണ്ടതാണ്. നോമ്പിന്റെ ഒന്നാമത്തെ ഉപദേശം ഇതാണ്. ഞാൻ യാത്രയാകുന്നെങ്കിലും നോമ്പുമായിട്ടല്ല ഞാൻ പോകുന്നത്, റമദാനുമായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നോമ്പാകുന്ന ദീനിയും ദുന്യവിയും ശാരീരികവും മാനസികവുമായ ശക്തി നേടിയെടുക്കാൻ സാധിക്കുന്ന ഔഷധം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും റമദാൻ മാസം കഴിഞ്ഞും നോമ്പ് പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി റമദാൻ മാസം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്റെ രാപകലുകളിൽ ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയുണ്ടായി. തറാവീഹ് നമസ്കാരത്തിൽ ഖുർആൻ പാരായണം നടത്തുകയോ ശ്രവിക്കുകയോ ചെയ്തു. ഖുർആനിന്റെ രചനകൾ പാരായണം ചെയ്യുകയും
ദർസുകൾ നിങ്ങൾ നടത്തുകയും കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ യാത്രയാകുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം, നിങ്ങൾ ഖുർആനുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കണമെന്നതാണ്. ഞാനാണ് പോകുന്നത്, ഖുർആൻ പോകുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിങ്ങൾ പതിവായി നിർവഹിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യണം. പ്രത്യേകിച്ചും സയ്യിദ് ഹസനി അക്കാദമി 3 രചനകൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. റിയാദുൽ ഖുർആൻ, ഖുർആനിന്റെ ആശയം; തഫ്സീറുൽ ഹസനി, പരിശുദ്ധ ഖുർആനിന്റെ അത്യാവശ്യ വിവരണം; മആരിഫുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ വിശദമായ വിവരണം. അത് നാം ഓരോരുത്തരും ദിവസവും അല്പമെങ്കിലും പാരായണം ചെയ്യണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ദർസ് ഈ എളിയ സ്ഥാപനത്തിൽ നിന്ന് ദിവസവും രാവിലെ 13 മിനിറ്റ് 15 മിനിറ്റ് വീതം തയ്യാറാക്കി അയക്കുന്നുണ്ട്. ആ ദർസുൽ ഖുർആൻ കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ മാസം നൽകുന്ന 3ാമത്തെ ഉപദേശം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ റമദാൻ മാസത്തിൽ ധാരാളം ദിക്റുകളും ദുആകളും ചെയ്തു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ കാണിച്ചു. മസ്ജിദുകളെല്ലാം സജീവമായിരുന്നു. വീടുകളും മാഷാ അല്ലാഹ് സജീവമായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഞാനാണ് പോകുന്നത്, നമസ്കാരം പോകുന്നില്ല. 5 നേരവും പടച്ചവന്റെ വിളി മസ്ജിദുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കേൾക്കാനും പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കാനും സ്ത്രീകൾ അവ്വൽ വക്തിൽ നമസ്കരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ദിക്റുകളും ദുആകളും അധികരിപ്പിക്കണം. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ രാവിലെയോ വൈകുന്നേരമോ ഒരല്പസമയം ഇരുന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഈ ദിക്റുകൾ നിഷ്ഠയോടുകൂടി ചെല്ലണം. കൂടുതൽ ചെല്ലാൻ ആഗ്രഹിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ സമീപിക്കേണ്ടതാണ്. ദിക്ർ വലിയ ശക്തിയാണ്. അത് തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. മരുന്നുകടയിൽ പോയി ആ മരുന്നിങ്ങെടുക്ക് ഈ മരുന്നിങ്ങെടുക്ക് എന്ന് സാധാരണക്കാർ പറഞ്ഞാൽ അപകടത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദിക്ർ ചെല്ലാൻ ആഗ്രഹമുണ്ടോ, നമ്മൾ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹമുണ്ടായ പണ്ഡിതന്മാരെ സമീപിക്കണം. എളിയ സ്ഥാപനം മോച്ചറ ദാറുൽ ഉലൂമിൽ അൽഹംദുലില്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എല്ലാ ശനിയാഴ്ചയും മഗ്രിബ് മുതൽ ഞായറാഴ്ച ഇശ്റാഖ് വരെയും ഇത്തരം കാര്യത്തിനു വേണ്ടി അവർ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരികയാണെങ്കിൽ അവരുമായി ബന്ധപ്പെടാനും നമുക്ക് അള്ളാഹുവിന്റെ ദിക്റിൽ മുന്നോട്ട് നീങ്ങാനും സാധിക്കും. അതുപോലെ റമദാൻ മാസത്തിൽ ധാരാളമായി നമ്മൾ ദുആ ചെയ്തു. റമദാൻ മാസം കഴിഞ്ഞും നമ്മൾ ദുആയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിനോട് നമ്മളുടെ കാര്യങ്ങൾ പറയേണ്ടതാണ്. ദുആ പടച്ചവനുമായിട്ടുള്ള ശക്തമായ ബന്ധത്തിന്റെ അടയാളമാണ്. ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം ഒഴിവാക്കിയെടുത്ത് നമ്മൾ അള്ളാഹുവിനോട് അല്പനേരം മുനാജാത്ത് നടത്തണം. അതിന് മുനാജാത്ത് മഖ്ബൂൽ എന്ന ഈ രചന വളരെ പ്രയോജനപ്രദമാണ്. നമ്മളിതിന് ഓരോ ദിവസവും ചെല്ലേണ്ട ദുആക്കൾ, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദുആക്കൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ചെല്ലണം. സാധിച്ചാൽ അതിന്റെ അർത്ഥവും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ദുആ ചെയ്യണം.
എന്നല്ല ഏതെങ്കിലും സഹോദരങ്ങൾ അർത്ഥം മാത്രം വായിച്ചാലും ഈ നബവി ഖുർആനി നബവി ദുആയുടെ ബറകാത്തുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മാസം നൽകുന്ന മൂന്നാമത്തെ ഉപദേശം ദിക്റുകളും ദുആക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ അധികരിപ്പിക്കണമെന്നതാണ്. അനുഗ്രഹീത റമദാൻ മാസം യാത്രയാകുന്ന സമയത്ത് എന്നോടും നിങ്ങളോടും നടത്തുന്ന നാലാമത്തെ ഉപദേശം, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ റമദാൻ മാസത്തിന്റെ പകലുകളിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധവും നിങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ റമദാൻ അല്ലാത്തപ്പോൾ അനുവദനീയമായ കാര്യങ്ങളാണ്. പക്ഷേ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഒരുപോലെ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട്. അതിനെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അത് റമദാൻ മാസത്തിൽ മറ്റ് മാസങ്ങളിൽ അനുവദനീയമായ ആഹാരപാനീയങ്ങളും ഭാര്യ ഭർത്തൃ ബന്ധവും ഉപേക്ഷിച്ച സഹോദരങ്ങളെ, റമദാനിലും അല്ലാത്തപ്പോഴും നാവിനെ തെറ്റായി ഉപയോഗിക്കാൻ അനുവാദമില്ല, കണ്ണിനെ തെറ്റായി ഉപയോഗിക്കാൻ അനുവാദമില്ല, കാതിനെ തെറ്റായി ഉപയോഗിക്കാൻ അനുവാദമില്ല, തെറ്റായ ആഹാരം കഴിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ തികഞ്ഞ സൂക്ഷ്മത പുലർത്തണം. അതെങ്ങനെ പുലർത്താൻ സാധിക്കും? നമ്മൾ, അള്ളാഹു നമുക്കെല്ലാം ആഫിയത്ത് നൽകുമാറാകട്ടെ, മുഴുവൻ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാപത്തിന്റെ ഏതെങ്കിലും അവസരം വന്നാൽ റമദാൻ മാസത്തിൽ നമ്മൾ ആഹാരപാനീയങ്ങളോട് പുലർത്തിയ അതേ സമീപനം തന്നെ ആ പാപങ്ങളോടും പുലർത്തിയാൽ മതി. ഉദാഹരണത്തിന്, അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ, തെറ്റായ ഒരു ആഹാരം വന്നു, മദ്യം വന്നു, നമ്മെ ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. നമ്മൾ നേരെ റമദാനിന്റെ തണലിലേക്ക് പോകണം. റമദാൻ മാസത്തിൽ വൈകുന്നേരം കടുത്ത ദാഹമുള്ള സമയത്ത് സ്വകാര്യ മുറിയിൽ ആഹാരവും അതുപോലെ പാനീയവും പഴങ്ങളും ഇരുന്നപ്പോൾ നമ്മളതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ബാങ്ക് കൊടുക്കുന്നവരെയും തൊട്ടതേയില്ല. ഇതുപോലെ പാപത്തിന്റെ സന്ദർഭം വരുന്നതായ സമയത്ത് മനസ്സിനോട് പറയണം, കുറച്ച് ക്ഷമിക്കിൻ, ഒരൽപ്പം ക്ഷമിക്കിൻ. മരണത്തിന് ശേഷം കാലാകാലം സൂഹിക്കാൻ പറ്റും. ഈ മദ്യത്തെക്കാളും മനോഹരമായ മദ്യത്തിന് അവസരമുണ്ടാകും. بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون. പരിശുദ്ധ ഖുർആനിൽ ഹൂറലീങ്ങളെ പറ്റി കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചില വിമർശകന്മാർ ചോദിക്കുന്നു. സ്വർഗത്തെപ്പറ്റി ഖുർആൻ വാഴ്ത്തി പുകഴ്ത്തി പറയുന്നത് ഈ ഒരു ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ്. പാപത്തിന്റെ സന്ദർഭത്തിൽ നമ്മളുടെ മുമ്പിൽ നരകം തുറക്കപ്പെടണം, നമ്മളുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടണം. ആ നരകത്തെ ഭയന്നുകൊണ്ട്, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിയണം. അതുകൊണ്ട് റമദാനുൽ മുബാറക്കിന്റെ നാലാമത്തെ പാഠമാണ് പാപങ്ങളെ വർജിക്കുക, പാപങ്ങളിൽ നിന്നും അകന്നു കഴിയുക. ഇതര മാസങ്ങളിൽ അനുവദനീയമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച ദാസൻ റമദാൻ മാസത്തിൽ എല്ലാ സമയത്തും അനുവാദമില്ലാത്ത, റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും അനുവാദമില്ലാത്ത മുഴുവൻ പാപങ്ങളിൽ നിന്നും അകന്നു കഴിയേണ്ടതാണ്. ഇതാണ് റമദാൻ മാസത്തിന്റെ പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ. റമദാനാകുന്ന ഞാൻ പോകുന്നു, പക്ഷെ നോമ്പ് പോകുന്നില്ല, നിങ്ങൾ നോമ്പ് പിടിക്കണം. റമദാനാകുന്ന ഞാൻ പോകുന്നു, പക്ഷേ റമദാൻ മാസത്തിൽ അവതരിച്ച പരിശുദ്ധ ഖുർആൻ ഇന്നുമുണ്ട്, നിങ്ങളത് മുറുകെ പിടിക്കണം. റമദാനാകുന്ന ഞാൻ പോകുന്നു, പക്ഷേ ദിക്റുകളും ദുആക്കളും നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ റമദാൻ മാസത്തിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചു. റമദാൻ അല്ലാത്തപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആഹാരം കഴിച്ചുകൊള്ളിൻ, പക്ഷേ പാപങ്ങളെ ഉപേക്ഷിക്കണം.
അവസാനമായ റമദാൻ മാസം പറയുന്നു, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പാലിക്കാൻ വളരെ എളുപ്പമായൊരു വഴിയും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. റമദാൻ അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ടോ? റമദാൻ അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ ഷരീഫുമായി കൂടുതൽ ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടോ? ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? പാപങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ റമദാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപഹാരം സ്വീകരിക്കുക. ആ ഉപഹാരമാകുന്നു അൽ ഇഅ്തികാഫ്. നമസ്കാര സ്ഥലങ്ങളിൽ അധികമായി കഴിച്ചുകൂട്ടുക. നമസ്കാര സ്ഥലങ്ങളിൽ അധികമായി കഴിച്ചുകൂട്ടുക. പുരുഷന്മാര് മസ്ജിദുകളിൽ അധികമായി കഴിച്ചുകൂട്ടുക. സ്ത്രീകൾ മുസല്ലകളിൽ അധികമായി കഴിച്ചുകൂട്ടുക. ആവശ്യം വന്നു തീർച്ചയായും പുറത്തേക്ക് പോയിക്കൊള്ളിൻ. ജോലികളുമായി ബന്ധപ്പെടിൻ. പുരുഷന്മാര് സമ്പാദ്യവുമായി ബന്ധപ്പെടിൻ. സ്ത്രീകൾ വീട്ടുജോലികളുമായി ബന്ധപ്പെടിൻ. പക്ഷെ ആവശ്യം കഴിഞ്ഞു ഉടനെ നമ്മൾ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വരിൻ, നമസ്കാര സ്ഥലത്തേക്ക് വരിൻ എന്നല്ല അള്ളാഹുവിന്റെ ഉത്തമദാസന്മാർ അവരുടെ മസ്ജിദിനെയും മുസല്ലയെയും അലങ്കരിക്കുന്നത് പോലെ അവരുടെ അടുക്കളയെയും അവരുടെ വാഹനത്തെയും അവരുടെ കടകളെയും കമ്പോളങ്ങളെയും മസ്ജിദ് പോലെ അലങ്കരിക്കുന്നതാണ്. മഹാനായ ഉസ്താദ് ഇബ്രാഹിം മൗലാനയുടെ വീട്ടിൽ പോയി. മൗലാന ഞങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുപോയി മകളുടെ അടുക്കള കാണിച്ചു. ഒരു സാധാരണ അടുക്കള, പക്ഷെ അവിടെ മുസല്ലയുണ്ട്, അവിടെ പരിശുദ്ധ ഖുർആനുണ്ട്, അവിടെ തസ്ബീഹുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി, അലിഗഡ് യൂണിവേഴ്സിറ്റി. അവിടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ ആധുനികമായി വളരെ ഉയർന്നവരാണ്. അവരുടെ മുറിയിൽ പോയി. ആ മുറിയിൽ മആരിഫുൽ ഖുർആൻ തിളങ്ങിയിരിക്കുന്നു, മആരിഫുൽ ഹദീസ് പ്രകാശിച്ചു നിൽക്കുന്നു. അലമാരിയിലല്ല, അവരുടെ മേശയുടെ മുകളിൽ. ഈ എളിയ സ്ഥാപനം ഓച്ചിറ ദാറുൽ സ്ഥാപകൻ ഡോക്ടർ അഹമ്മദ് കുഞ്ഞ് റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും എല്ലാ ഉസ്താദുമാർ സഹായികൾക്കും മഗ്ഫിറത്ത് മർഹമത്ത്, മാതാപിതാക്കൾക്കും മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹുസ്നികളുടെ പരിപാടിയാണ്. ഏതാണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ 2 ചിത്രങ്ങൾ കണ്ടു കാണും. ഒന്ന്, ഓരോ സമയത്തും നമസ്കാര സ്ഥലത്തേക്ക് ധൃതിയിൽ വരുന്ന വ്യക്തിത്വം. നമസ്കാരം കഴിഞ്ഞ് കുനിഞ്ഞിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ദാസൻ. 2, അദ്ദേഹത്തിന്റെ ചികിത്സാമുറി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചികിത്സാമുറിയിൽ ഒന്നുമില്ല, അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മാസികകൾ പോലുമില്ല. ബുക്കുണ്ട് ഉറപ്പായിട്ടും, പക്ഷെ അതിനേക്കാളും മുകളിൽ പരിശുദ്ധ ഖുർആനുണ്ട്. ദീനിയായ രചനകളുണ്ട്. അക്കാദമിയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന രചനകൾ അവിടെ പൊന്നുപോലെ കൊണ്ടുവെക്കും. വെറും വെക്കലല്ല, ഒഴിവ് സമയത്ത് അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഈ രചനകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് വായിക്കാനുള്ള സമയം ഈ സന്ദർഭമാണ്, ഈ സമയത്ത് ഞാൻ വായിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ മസ്ജിദുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ച് നമ്മളുടെ വീടുകളും നമ്മളുടെ കടകളും നമ്മളുടെ പറമ്പുകളും നമ്മളുടെ വാഹനങ്ങളും സ്കൂട്ടറുകളും കാറുകളും അതെല്ലാം നമസ്കാര സ്ഥലം പോലെയാക്കി. ولا تباشرون وأنتم عاكفون في المساجد. അല്ലാഹു തആല റമദാനിന്റെ ഈ 5 ഉപദേശങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞ് അവസാനം പറയുന്നു, كذلك يبين الله آياته للناس لعلهم يتقون. ഈ ഉപദേശങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ മുത്തഖീങ്ങളാകും. എന്താണ് മുത്തഖീങ്ങൾ? റമദാൻ മാസം കഴിഞ്ഞും പടച്ചവനോടുള്ള ഭയഭക്തിയുടെ തണലിലായി ജീവിക്കാൻ സാധിക്കും. ശേഷം രണ്ടാലൊന്ന് സംഭവിക്കും. ഒന്നുകിൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. അടുത്ത റമദാൻ മാസം ഈ റമദാനിനേക്കാളും കൂടുതൽ നന്മ നിറഞ്ഞ നിലയിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഉന്നതമായ സമാഗമം നമ്മൾ നിയ്യത്ത് ചെയ്ത് അടുത്ത റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് കൂടുതൽ ഖുർആൻ ഓതും, കൂടുതൽ നന്നായി നോമ്പ് പിടിക്കും,
കൂടുതൽ നന്നായി ദിക്റും ദുആയും ചെയ്യും, പാപങ്ങളെ ഉപേക്ഷിക്കും, ഇഅ്തികാഫിരിക്കും. പ്രത്യേകിച്ചും ഇവിടെ അവസാനത്തെ 10ലേക്ക് നിങ്ങളെയും മുഴുവൻ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. നല്ല സൗകര്യം ഈ മദ്രസയിലുണ്ട്. ആഹാരത്തിന് ആഹാരം, അതുപോലെ നമസ്കരിക്കാൻ സൗകര്യം, വിശ്രമിക്കാൻ സൗകര്യം, ബാത്റൂമിന്റെ സൗകര്യങ്ങൾ, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രയോജനപ്പെടുത്തും. ഒന്നെങ്കിൽ ഇത് നടക്കും, അല്ലാഹു നടത്തുമാറാകട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഷവ്വാലിലോ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, ഇതിലേതെങ്കിലും ഒരു സമയം അല്ലാഹുവിലേക്ക് യാത്രയാകും. പക്ഷെ റമദാനിന്റെ തണലിലായി യാത്രയാകും. മഹാനായ ഉസ്താദ് ഖാസിം മൗലാന റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് നോക്കി കഴിഞ്ഞ റമദാൻ പരിപൂർണമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ദാസൻ റമദാൻ കഴിഞ്ഞു വന്നു. ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നോ ഇല്ലയോ? നിരന്തരം നോമ്പ് പിടുത്തം, നിരന്തരം ഖുർആൻ പാരായണം, നിരന്തരം ദിക്റും ദുആയും, പാപങ്ങളിൽ നിന്നും പരിപൂർണ അകൽച്ച, നമസ്കാര സ്ഥലങ്ങളോട് ഭയങ്കരമായ ഇണക്കം. ഇന്നും ഓർമ്മയുള്ളത് ഉസ്താദിന്റെ 2 നടത്തമാണ്. നമസ്കരിക്കാൻ വേണ്ടി വരുന്ന രീതിയുണ്ട്. തല കുലിച്ചു പിടിച്ച് ധൃതിയും നടന്നു വരും, പാഠങ്ങൾക്ക് വേണ്ടി ധൃതിയും നടന്നു വരും. അവസാനം വ്യാഴാഴ്ച ദിവസം മുഴുവൻ പാഠങ്ങളും എടുക്കുന്നു, എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. വെള്ളിയാഴ്ചയുടെ മുബാറക്കായ സമയം ആരംഭിക്കുന്നു. അള്ളാഹുവിന്റെ സാധുവായ വിനയാന്വിതനായ ദാസൻ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു. ഇതാണ് റമദാനിന്റെ തണലിലുള്ള മരണം. ആകയാൽ സ്വന്തം നഫ്സേ, പ്രിയപ്പെട്ട കുടുംബമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മമിത്രങ്ങളെ, നിങ്ങളോടെല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ ഉപദേശം ഈ റമദാനിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും